അങ്ങനെ എന്നത്തെയും പോലെ നേരത്തെ എഴുന്നേറ്റ് ഒരു 5:30 ആയപ്പോൾ പഠിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത്രയും നാളും പ്രാക്ടിക്കൽ എക്സാം ആയതുകൊണ്ട് തിയറി എക്സാം ഒന്നും തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പ്രാക്ടിക്കൽ എക്സാം എല്ലാം കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തിയറി പഠിക്കേണ്ട സമയമാണ്. പക്ഷേ എനിക്ക് തിയറിയോട് ഫുൾ ടച്ചും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്ററായിട്ട് ഞാൻ എടുത്തത് മാത്സിലെ മെട്രിസസ് ആണ്. ഓൾറെഡി സൈലത്തിൽ 2-3 ദിവസത്തെ ലൈവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കതൊന്നും കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 7:30 വരെ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യത്തെ സ്ലോട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ടേബിളൊക്കെ ഒന്ന് അടുക്കി വെച്ച് പിന്നെ സിനിമയുടെ കൂടെ കുറച്ച് നേരം കളിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അതിങ്ങൊരു TV ഒക്കെ കണ്ട് കുറച്ച് നേരം വിശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 9 മണിയായപ്പോഴത്തേക്കും അടുത്ത സ്ലോട്ട് എടുക്കാമെന്ന് കരുതി. ഇത്രയും ദിവസം തീരെ തൊട്ട് നോക്കാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം എനിക്ക് അനുഭവപ്പെടുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം മെട്രിസസും ഡിറ്റർമിനൻസും ഒക്കെ പഠിക്കാൻ തന്നെ എനിക്ക് കുറേ നേരം എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അത്യാവശ്യം കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ പിന്നെ മാക്സിമം ക്വസ്റ്റൻ എന്തായാലും ചെയ്ത് നോക്കാമെന്ന് കരുതി. മാക്സിമം ചെയ്ത് നോക്കലല്ല, അതേ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേ തന്നെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്ലോട്ട് അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം കയറി കിടന്ന ശേഷം ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലഞ്ച് കഴിച്ച ശേഷം നമ്മൾ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം. ഒരു 3 മണിയായപ്പോഴത്തേക്കും തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ കുടിക്കാൻ മൂടില്ലാത്തതുകൊണ്ട് ചെറിയൊരു നാരങ്ങ വെള്ളമൊക്കെ ഇട്ട് കുടിച്ചിട്ട് നമ്മൾ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമുക്ക് മാത്സ് പഠിച്ച് ബോറടിച്ചിരുന്നു. ബോറടിക്കുമ്പോൾ അപ്പം തന്നെ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ പഠിക്കാനുള്ള മൊത്തം മൂഡ് അപ്പം തന്നെ പോകും. ഞാനെടുത്തത് സുവോളജി ആയിരുന്നു. ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2-3 ചാപ്റ്റർ എക്സ്ട്രാ തീർക്കണം എന്നുണ്ടായിരുന്നു. അതായത് സുവോളജിയിലെ കുഞ്ഞു ചാപ്റ്റർ. പക്ഷേ നമ്മൾ വൈകിട്ട് ഒരു ഔട്ടിംഗ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ പറ്റുന്ന അത്രയും പഠിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ വായിച്ച് നോക്കി കുറേ പഠിച്ച ശേഷം നമ്മൾ എഴുതി നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എഴുതി നോക്കുന്നത്. പക്ഷേ ഒരുപാട് എനിക്ക് എഴുതുന്നതും എനിക്ക് ബോറടിക്കും. സോ വായിക്കുക, തന്നെ എഴുതി നോക്കുക. പഠിച്ച എന്താണോ അത് എഴുതി നോക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ നെക്സ്റ്റ് ട്യൂസ്ഡേ മുതൽ നമുക്ക് മോഡൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും തിയറി പഠിക്കുന്നതിൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനൊരു ഓവർ പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഓവർ പ്രഷർ എടുക്കും തോറും ഒന്നെങ്കിൽ ഞാനത് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, ഇങ്ങനെ വായിച്ച് പോകും പഠിച്ചു എന്നുള്ളൊരു വിശ്വാസത്തിൽ. ഇല്ലെങ്കിൽ പഠിച്ച സാധനം ഞാൻ സാധാരണ മറന്നു പോകാറാണ് പതിവ്. സോ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഓവർ പ്രഷർ കൊടുക്കാതിരുന്നത്. എല്ലാവർക്കും മേ ബി ഈ ഒരു കാര്യത്തിൽ ഡിഫറൻസ് ഉണ്ടാവും. ചിലർ പെട്ടെന്ന് പഠിക്കുന്നവരാവും. എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് പതുക്കെ പഠിക്കുന്ന ഒരാളാണ്. അതിനുശേഷം കുറച്ച് ചായ ഇട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഔട്ടിങ്ങിന് പോകുന്നതിന് മുന്നേ ഈ ഒരു ചാപ്റ്ററും കൂടി നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. then നമ്മൾ റെഡി ആയിട്ടൊന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും വിചാരിച്ച സമയത്ത് എത്തില്ല എന്ന് ഉറപ്പായി. സോ നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.